എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു റിസൾട്ട് ഒക്കെ അറിഞ്ഞ സമയത്ത്? അടിപൊളിയായിരുന്നു. ഞാന് സ്ക്രോൾ ചെയ്ത് ഓരോന്ന് ഇംഗ്ലീഷ് 100 കണ്ടപ്പോ തന്നെ ഞാൻ ശരിക്കും കേട്ടി. എനിക്ക് അമ്മയോട് ചോദിച്ചു, അമ്മ ഇതിന് എന്തോ എററുണ്ട്. ഇതെന്റെ ആവാനോ ഒരു വഴിയില്ല. സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി. അമ്മയും അച്ഛനും ഞാനും ഞങ്ങൾക്ക് എന്താ ചെയ്യണല്ലോ ഭയങ്കര ഷോക്കായി പോയി. ആദ്യം മുതലേ ഒരുപാട് കൺസിസ്റ്റന്റ് ഒന്നും ആവണ്ട, അത്യാവശ്യം കൺസിസ്റ്റന്റ് എൻജോയ് ചെയ്യണം. എൻജോയും അടുത്ത ഒരു കൂട്ട് കൊണ്ടുപോയാൽ അത് എക്സാമിന്റെ കൂടെ പോയാ കറക്റ്റ് പോവാൻ പറ്റിയില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട, അവരത് ലാസ്റ്റ് ആണെങ്കിലും സെറ്റ് ആക്കി തരും. അതെനിക്ക് ഉറപ്പാണ്, ഞാൻ അത് ഗ്യാരണ്ടിയാണ്. അന്ന് എന്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്തൊരു എനർജി ആയത്, ഭയങ്കര എനർജി. ഞാൻ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഹലോ മക്കളെ, ഇന്ന് മിസ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണ് ഇരിക്കുന്നത്. കാരണം ഇത്തവണത്തെ +1 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 520-ൽ 520 എന്ന് പറയുന്ന വലിയൊരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കൃഷ്ണ അനിൽകുമാർ ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് കൃഷ്ണന്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഇത്രയും അല്ലെ 520-ൽ 520 എന്ന് പറയുന്നത് ചെറിയൊരു മാർക്കല്ല. അപ്പൊ ഇത്രയും വലിയൊരു വിജയം നേടാനായിട്ടുള്ള ആ സീക്രട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അത് നമുക്ക് വേഗം തന്നെ ചോദിച്ചറിയാം. അപ്പൊ കൃഷ്ണ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു റിസൾട്ട് ഒക്കെ അറിഞ്ഞ സമയത്ത്? അടിപൊളിയായിരുന്നു. ഞങ്ങക്ക് എല്ലാവരുടെ റിസൾട്ട് ഹാങ് ആയിരുന്നു. ഫുൾ സൈറ്റും നല്ല ടെൻഷൻ. എനിക്കന്ന് അന്ന് തലവേദന ഉണ്ടായിരുന്നു, ഫുൾ ടെൻഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങള് അമ്മ അച്ഛൻ ഞങ്ങൾ എല്ലാവരുടെയും ഫോണില് എല്ലാരും നോക്കാൻ റിസൾട്ട് ആർക്കെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട്. അങ്ങനെ അമ്മയ്ക്ക് കിട്ടി. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്, എനിക്ക് തന്നെ ഫസ്റ്റ് നോക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ട് സ്ക്രോൾ ചെയ്ത് ഓരോന്ന് ഇംഗ്ലീഷ് 100 കണ്ടപ്പോ തന്നെ ഞാൻ ശരിക്കും കേട്ടി. ഇംഗ്ലീഷ് അങ്ങനെ കിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു സ്ക്രോൾ ചെയ്ത് ലാസ്റ്റ് മാത്സ് വരെ 80 കണ്ടപ്പോഴത്തേക്ക് ശരിക്കും അമ്മയോട് ചോദിച്ചു, അമ്മ ഇതിന് എന്തോ എററുണ്ട്. സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അങ്ങനെ ഉടനെ ഞാൻ പറഞ്ഞു, ക്ലാസ് ടീച്ചറിനെ വിളിക്കുക, എനിക്കൊരു ഉറപ്പില്ല, മിസ്സും കൂടെ നോക്കട്ടെ. അങ്ങനെ മിസ് നോക്കിയിട്ട് കറക്റ്റ് തന്നെയാന്ന് പറഞ്ഞ് ശരിക്കും അമ്മയും അച്ഛനും ഞാനും ഞങ്ങൾക്ക് എന്താ ചെയ്യണല്ലോ ഭയങ്കര ഷോക്കായി പോയി. ശരിക്കും ഇത് ഇത്രയും 520-ൽ 520 എന്നുള്ള മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? കെമിസ്ട്രി ഒക്കെ ഭയങ്കര പാടായിരുന്നു എക്സാം. ഇംഗ്ലീഷിന് അങ്ങനെ കിട്ടില്ലെന്നാണ് എന്റെ ഒരു അറിവ്. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഭയങ്കര ഷോക്ക്. അത് നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ പാരന്റ്സിന്റെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു ഇത്രയും മാർക്ക് കിട്ടിയ സമയത്ത്? അവരും ഷോക്കായിരുന്നു. അവരും ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്യണ്ടെന്നാണ് ഞാൻ അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്കും അവരും ഒരു എന്താ ഇതിനപ്പുറം ഇനി ഒന്നും ഇല്ലല്ലോ, അത്രയും ഹാപ്പി ആയിരുന്നു അവര്. ശരിക്കും പറഞ്ഞാൽ 520 എന്ന് പറയുന്നത് അത്ര ചെറിയ മാർക്കൊന്നുമല്ല അല്ലെ. ഒരു മാർക്ക് പോലും മിസ്സായി പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു മാർക്ക് പോലും മിസ്സാവാതെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എങ്ങനെ പഠിച്ചാലാണ് കൃഷ്ണ ഇത്രയും നല്ല മാർക്കൊക്കെ കിട്ടാ? ആദ്യം മുതലേ ഒരുപാട് കൺസിസ്റ്റന്റ് ഒന്നും ആവണ്ട, അത്യാവശ്യം കൺസിസ്റ്റന്റ് എൻജോയ് ചെയ്യണം. എൻജോയും അടുത്ത ഒരു കൂട്ട് കൊണ്ടുപോയാൽ നമ്മൾ ഹാപ്പി ആയിട്ട് പഠിക്കും. ഹാപ്പി ആയിട്ട് നമുക്ക് 520 വാങ്ങാൻ പറ്റും. പിന്നെ ഈ നമുക്ക് പെൻഡിങ് ആവുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായി. ഇനി 520 എത്തൂല അങ്ങനെയൊന്നുമില്ല. എനിക്കൊക്കെ ഫസ്റ്റ് ഭയങ്കര പെൻഡിങ് ആയിരുന്നു ചാപ്റ്റേഴ്സ്. ക്ലാസ് തുടങ്ങിയിട്ട് ചില കാരണം കൊണ്ട് ക്ലാസ് ഒക്കെ എനിക്ക് ബാക്ക്ലോഗ്സ് ആയിരുന്നു. അപ്പൊ എക്സാം തന്നെ ബാക്ക്ലോഗ് സീരീസ് എന്ന് പറഞ്ഞാൽ അതിനും ക്ലാസ് ഇട്ട് അതും ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എക്സാം തന്നെ അതിനെല്ലാം ചെയ്ത് തരും. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട, അവരെല്ലാം ചെയ്ത് തരും. മനസ്സിലാക്കിയല്ലേ നിങ്ങൾക്ക് ബാക്ക്ലോഗ് ഉണ്ടല്ലേ? അത് അവർക്ക് നമ്മളുടെ നമ്മുടെ വീട്ടിലുള്ള കൂട്ടം എല്ലാം ചെയ്തു തരും. അങ്ങനെ അത് കണ്ട് അതും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു. അങ്ങനെ എന്തുണ്ടെങ്കിലും അത് എക്സാമിന്റെ കൂടെ പോയാ കറക്റ്റ് പോവാൻ പറ്റിയില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട, അവരത് ലാസ്റ്റ് ആണെങ്കിലും സെറ്റ് ആക്കി തരും. അതെനിക്ക് ഉറപ്പാണ്, ഞാൻ അത് ഗ്യാരണ്ടിയാണ് സത്യമായിട്ടും. ഓക്കെ, അപ്പൊ മോളിപ്പോ എന്തായാലും നമ്മുടെ എക്സാമിനർ ഫാമിലിയിൽ പഠിച്ച് ഇത്രയും നല്ല മാർക്കൊക്കെ വാങ്ങിയ കുട്ടിയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ എക്സാമിനറിനെ കുറിച്ച് അറിയുന്നതും നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ ഭാഗമായിട്ടൊക്കെ മാറുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ 9th പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ ചാനലുണ്ട്, അവർ ലൈവ് നടത്തുന്നുണ്ട്, അപ്പം നീ ഒന്ന് കണ്ടു നോക്ക്, നന്നായിട്ട് മനസ്സിലാവും പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഫസ്റ്റ് അതാണ്, ഞാൻ ആരുടെ ക്ലാസ് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടു. അന്ന് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്തൊരു എനർജി ആയത്, ഭയങ്കര എനർജി. ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടിട്ടില്ല. അപ്പൊ ഇത്ര എനർജിയിലൊക്കെ ഒരു സാറ് പഠിപ്പിക്കാന്ന് വെച്ചാൽ എന്തൊരു ഡെഡിക്കേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാന്ന് പറഞ്ഞിട്ട് ഞാൻ 10ലും കണ്ടു. 10ല് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു മാത്സ് അല്ലേ, അപ്പൊ എന്തായാലും അതായിരിക്കും. അങ്ങനെ ഞാൻ 10ഉം യൂട്യൂബ് തന്നെ പാതി വരെ പഠിച്ചു. അപ്പോഴത്തേക്കും അമ്മ അച്ഛനൊക്കെ പറഞ്ഞ അടിപൊളിയാണിത്, 10 ഒന്ന് അതിൽ കയറി നോക്കാൻ പറ്റും ലക്ഷ്യ ബാച്ചില്. അങ്ങനെ ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓൺ എക്സാമിന്
എനിക്ക് മാത്സ് ഭയങ്കര പാടാണ് 10ലൊക്കെ. അതിന് മുന്നേ എനിക്ക് ഭയങ്കര പാടാ. അപ്പൊ ഓണ എക്സാമിന് ഈ മാരത്തോൺ ലൈവ് ഇല്ലേ, മാത്സ് ഒക്കെ എല്ലാ സബ്ജക്റ്റിനും ഉണ്ടല്ലോ. അപ്പൊ അത് കണ്ടപ്പോ സാറ് പഠിപ്പിച്ചതിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ആ എക്സാമിന് എനിക്ക് 80ൽ 76 ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷം എനിക്ക് അങ്ങനെ ഒരു മാർക്ക് കിട്ടുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഈ സാറ് പഠിപ്പിക്കാൻ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഇനി വേറെ ഒന്നും നോക്കണ്ട, ഇതും കൂടെ അതാ വലിയ ഫീസ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അവരോടൊന്ന് എനിക്ക് അതിൽ കയറണം. അതിന് ഒരു കുഴപ്പമില്ല, കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 10th ഓണത്തിനാണ് കയറുന്നത്. പിന്നെ എനിക്ക് ഫുൾ A+ ആയി. അതിന് നിങ്ങളുടെ മൊമെന്റും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നിങ്ങൾ അത്ര സപ്പോർട്ടിങ് അല്ലേ. അങ്ങനെ ഞാൻ +1 എന്നാ ഞാൻ 10ൽ ഓഫ്ലൈൻ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ +1 ഓഫ്ലൈൻ കട്ട് ചെയ്തു. ഓൺലൈൻ മതി, അത് എന്നെ കൊണ്ട് പറ്റും, നിങ്ങൾ കൂടെ ഉണ്ടെന്നൊരു സപ്പോർട്ട്, അത് മതി. ഞാൻ ഒരു ഡിസ്ക്ലെയിമർ തരാം, ഇതിലൊരൊറ്റ ഡയലോഗ് പോലും ഞാൻ പറയിപ്പിച്ച് പറഞ്ഞിട്ടില്ല. അതായത് കുട്ടികളൊക്കെ വിചാരിക്കണ്ടാവേ എന്തൊരു പൊക്കിടിക്കാണ്. അല്ല, ഞാനിവിടെ മറ്റേ ഇതുപോലെയാണ്, മറ്റേ പാപ്പ ജയറാം മറ്റേ സിനിമയിൽ ഇരിക്കില്ല, അതേപോലെയാണ്. ഇങ്ങനെ പൊക്കിടിച്ച് ഞാൻ ഇങ്ങനെ മേലങ്ങനെ ഇരിക്കുക. പക്ഷെ ഞാൻ ഇതിലൊരു വാക്ക് പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളിപ്പോ നമ്മുടെ ഇത്രയും നല്ലൊരു മാർക്ക് വാങ്ങാനായിട്ട്, അതായത് 520ൽ 520 എന്നുള്ള ആ ഫുൾ മാർക്ക് തന്നെ വാങ്ങാനായിട്ട് എക്സാമിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ എക്സാമിന്റെ റോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഇതിനകത്ത് എല്ലാ കുട്ടികളും പറയുന്നോട്ട് ആ PYQ എന്ന ഫീച്ചർ അത് എത്രത്തോളം ഉപയോഗം എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ അതെന്ന് പറയുന്നത്. ഞാൻ എല്ലാവരോടും പറയും, എക്സാമിനുള്ള ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഹൈ മാർക്ക് തന്നെ വാങ്ങാന്ന്. കാരണം അത് ഒരു ചാപ്റ്റർ നമുക്ക് ഗൂഗിളിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആ ചാപ്റ്റർ കണ്ടുപിടിക്കണം, ഭയങ്കര മെനക്കെട്ട്. ഒറ്റ ക്ലിക്കില് ആ ചാപ്റ്ററിന്റെ ഞാൻ ജനിച്ച വർഷം മുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത്രയും ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇതാണ്, ഞാൻ ഈ ചാപ്റ്റർ അടിപൊളിയായി. അത് എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടും. സ്കൂളിൽ ഇത് ചെയ്തിട്ട് പോകും ഞാൻ തലേ ദിവസം. അത് എനിക്ക് ഉറപ്പാണ് ഫുള്ള് കിട്ടും. അത്ര അടിപൊളി, അത്രയും ക്വസ്റ്റ്യൻ ഇരുന്ന് അവിടെ നിങ്ങൾ നിന്ന് അത്ര എഴുതി വീണ്ടും ക്വസ്റ്റ്യൻ വരുന്ന അതും എഴുതി. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. അത് ഭയങ്കര നല്ല ഫീച്ചർ ആയിരുന്നു. പിന്നെ എക്സാമിന് തലേന്നത്തെ ലൈവ്, രാവിലത്തെ ബൂസ്റ്റർ, ഇത്രയും കൂടെ കണ്ടുപോയി പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പാണ്. പേരൻസ് കാണുന്നുണ്ട്, അവര് ഇത് മതി, ഇത്രയും മതി, ടെൻഷൻ അടിക്കണ്ട, അപ്പൊ എഴുതിക്കോന്നാണ് അവരും പറയുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ആ ഫീച്ചറില്. ഓക്കെ, അപ്പോ മോളിപ്പോ ഒരു ദിവസം നമ്മളിപ്പോ പഠിക്കാതിരിക്കുന്ന സമയത്ത്, അതായത് കുട്ടികൾക്കൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, ഇങ്ങനെ ഫുൾ മാർക്ക് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര നേരം ഇരുന്ന് പഠിക്കേണ്ടി വരും? ഒരു ദിവസം മീൻസ് ഞാൻ ഈ +1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ SLC അല്ല +1, കുറച്ച് ടഫാണ്. ആ ട്രാക്കിൽ വരുന്നവരെ കുറച്ച് ടഫാണ്. അപ്പൊ ഞാൻ ആ ടൈമിൽ ഞാൻ 5 മണിക്കൊക്കെ എണീക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് ആ ടൈമിൽ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി PYQ കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്താൽ ഓക്കെ ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചെയ്ത് വന്നപ്പോൾ ഓൺ എക്സാം മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ മതി, വലിയ പാടൊന്നുമില്ല. അപ്പോഴത്തേക്കും ഞാൻ ട്രാക്കിലായി. അപ്പൊ ആ ടൈമിൽ ഞാൻ നന്നായിട്ട് രാവിലെ എണീറ്റിട്ടും രാത്രിയിലൊക്കെ ഇരുന്ന്, കാരണം എനിക്ക് ഭയങ്കര പാടായിട്ട് സയൻസ് ഫീൽ ചെയ്തു, എടുത്ത് പോയില്ല, ഇനി പഠിക്കണം. അങ്ങനെ ഞാൻ പഠിച്ച് പിന്നെ ക്രിസ്മസ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ മതി. അപ്പൊ ഞാൻ പിന്നെ ഈ എക്സാമിനുടെ ബുക്കിലും ഉണ്ടല്ലോ PYQ. അപ്പൊ സ്കൂളിൽ പോയിട്ട് ഞാൻ ഇന്റർവെല്ലിനും ഫ്രീ പീരീഡിനും ഒക്കെ ഇരുന്ന് ചെയ്യും. അപ്പൊ എനിക്ക് രാവിലെ കുറച്ചൊരു കിടന്ന് ഉറങ്ങാം. സ്കൂളിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യം, ഉറക്കം നഷ്ടപ്പെടില്ലല്ലോ. സ്കൂളിൽ നമുക്ക് ഫ്രീ ടൈം എന്തായാലും കിട്ടും. PT പീരീഡ് ഒക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് എക്സാമിന് പഠിക്കാറുണ്ട്. അപ്പൊ ബുക്ക് ഉള്ളതുകൊണ്ട്, അല്ലെ വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈൻ എന്നല്ല, ബുക്ക് ഉള്ളതുകൊണ്ട് അത് ഭയങ്കര എഫക്റ്റീവ് ആ ബുക്ക്. അപ്പൊ ആ PYQ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും പഠിക്കണമെന്നല്ല, ചില ദിവസം നമ്മളൊന്ന് ബ്രേക്ക് എടുക്കണം, എന്നാലേ നമുക്ക് അടുത്ത ദിവസം കുറച്ചും കൂടി എനർജിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബ്രേക്ക് എടുത്തു, അപ്പൊ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. നമ്മൾ റിലാക്സ്ഡ് ആണെങ്കിൽ എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും ഇത് ചെയ്യണം, അങ്ങനെ അത്യാവശ്യം അല്ലെ, എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യുക, പഠിക്കേണ്ട സമയത്ത് വൃത്തിക്ക് ഇരുന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മോളിപ്പോ രാവിലെ ഒക്കെ പഠിക്കുന്ന ആളാണോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കും? എനിക്ക് രണ്ടും പറ്റും. രണ്ടും പറ്റും. ഓ, ഉറക്കം വരാണെങ്കിൽ കിടക്കും, രാവിലെ എണീക്കും. ഉറക്കം വരുന്നില്ലേ അപ്പൊ ഇരുന്ന് പഠിക്കും, രാവിലെ എഴുതാം. ഫ്ലെക്സിബിൾ ആണ് അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ മോളിപ്പോ എന്തായാലും നമുക്കിപ്പോ ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇടയിലൊക്കെ ചെയ്തിരുന്ന ഹോബീസ് ഒക്കെ എന്താക്കിയാ? ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കും. അതിപ്പോ ഞാൻ അത് ആക്ച്വലി ചെയ്യുന്നത് പാടുവോ? ഞാൻ ആക്ച്വലി ചെയ്യുന്നത് നമ്മള് റിവാർഡ് യോസഫ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്. മീൻസ് ഞാൻ ഇത്ര ടാർജറ്റ് വെച്ചിട്ട് അത് കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും ഇനി പാട്ട് കേട്ടോ, അത് കഴിഞ്ഞാൽ പാട്ട് കേട്ടോ. തട്ടിക്കൂട്ട് പഠിക്കില്ല, കാരണം അങ്ങനെയാണ് പാട്ട് കേൾക്കുമ്പോൾ സമാധാനം കിട്ടൂല. അയ്യോ അത് ശരിയായില്ല പഠിച്ചതെന്ന് വിചാരിക്കും. അപ്പൊ സമാധാനത്തിൽ ടൈം എടുത്ത് ആ ടാർജറ്റ് തീർത്തിട്ട് സമാധാനത്തോടെ പാട്ട് കേൾക്കും. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. അത് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് അതാ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എക്സാമിന് നമുക്ക് എന്തായാലും എക്സാം ടൈം ഒക്കെ ആവുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് സ്ട്രെസ് ഉണ്ടാവുമല്ലോ. കാരണം ടെൻഷൻ ആയിരിക്കും, ഇതൊക്കെ എല്ലാം പഠിച്ച് തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനിലേക്കും. അപ്പൊ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ട് മോൾ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത്?
ആക്ച്വലി ആവശ്യത്തിന് ടെൻഷൻ വേണം, അല്ലെ നമ്മൾ പഠിക്കൂല. ടെൻഷൻ ഉള്ളത് നല്ലതാണ്, ഒരുപാട് വേണ്ട. അങ്ങനെ ചിലരുണ്ട് ടെൻഷൻ അടിച്ച് പഠിച്ചതുകൂടെ മറന്നു പോകും. അത് വേണ്ട. ടെൻഷൻ ആവശ്യം അടിച്ചിട്ട് നമ്മള് ടെൻഷൻ അടിക്കുമ്പോൾ പഠിക്കും. അപ്പൊ അത്യാവശ്യം പഠിച്ച് തീർക്കാൻ നോക്കണം. അപ്പൊ കുറച്ച് സമാധാനം കിട്ടും. ആ സമാധാനം മതി, എക്സാം സുഖമായിട്ട് എഴുതാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ വരില്ല. അത് എക്സാമിനർ ഉണ്ടല്ലോ, അതിനൊന്നും നോക്കണ്ട, എല്ലാം സെറ്റാക്കി തരും. ഓക്കെ. അപ്പൊ മോള് ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ എവിടുന്നായിരുന്നു വരുന്നത്? ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് അല്ലെ? ഓ, അവിടെ നിന്ന് ഇപ്പൊ നേരത്തോടെ ഇന്ന് രാവിലെ നേരത്തോടെ അവിടെ നിന്ന് പോകുന്നതായിരിക്കും. രാത്രി വന്നു, ഇവിടെ എത്തി, ഫ്രഷ് ചെയ്ത്. ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് കുറച്ച് കഷ്ടപ്പാടെല്ലാം രാത്രി തന്നെ എത്തിയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ പല പല സ്ഥലത്തുനിന്നും ഇതേപോലെ അവരത്രയും എഫേർട്ട് എടുത്തിട്ടാണ് വരുന്നത് കാണാനായിട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ എല്ലാരെയും കണ്ടപ്പോ എന്ത് തോന്നി? ശരിക്കും സെലിബ്രിറ്റീസ് അല്ലേ, അങ്ങനെ കാണുമ്പോ ഞങ്ങൾക്ക് എന്നും ടിവിയിൽ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോ ഇപ്പോഴും ഒരു ഷോക്കാണ്. മിസ്സുമാരെയും സാറുമാരെയും ഞങ്ങൾക്കൊരു ഷോക്കാണത്. ആക്ച്വലി എന്താ പറയണ്ടേന്ന് അറിയില്ല, ഭയങ്കര ഫീലാത്ത്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വരുന്നേ ഉള്ളൂ, അതായത് കുറച്ചുപേരൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഈ കുറച്ചും കൂടെ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ബാച്ചിൽ ഇപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഫീച്ചേഴ്സിൽ ഇപ്പൊ അതായത് ഇപ്പൊ നമ്മള് ഷോർട്ട് നോട്ട്സ് കൊടുക്കും, നോട്ട്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ ലേണിംഗ് വീഡിയോസ് ആയിട്ടുണ്ടായിരിക്കും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ ബുക്സ് സെറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് മോൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഏതൊക്കെയാ? ഞാൻ ബുക്സ് സെറ്റ് നന്നായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. എല്ലാ സബ്ജക്റ്റും അല്ല, PYQs മെയിൻലി ആവശ്യമായ ഫിസിക്സും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യും, മാത്സും നന്നായിട്ട് യൂസ് ചെയ്യും. ബയോളജി പിന്നെ നിങ്ങൾ വന്നിട്ട് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, വീഡിയോസ്. പിന്നെ ലേണിംഗ് വീഡിയോസ് ഞാൻ എല്ലാം കാണത്തില്ല, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കാണും. ഈ സ്കൂളിലും കൂടെ പഠിപ്പിച്ച് ഇതും കൂടെ കാണുമ്പോഴത്തേക്ക് എല്ലാം അടിപൊളിയാവും. പിന്നെ യൂട്യൂബ് ലൈവ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അത് നിങ്ങൾ അത്രയും എനർജിയിൽ വന്ന് പഠിപ്പിക്കും. ഓൺലൈൻ പക്ഷെച്ചാലും അത്രയും ഡീപ്ലി കോൺസെപ്റ്റ് ഇപ്പൊ വേണം. ഇപ്പൊ കാരണം എക്സാം ഭയങ്കര ടഫാണ്. അപ്പോ ആ ലേണിംഗ് വീഡിയോസ് റെക്കോർഡ് ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കും. അത് അത്രയും ഡീപ്പിലാണ് നിങ്ങൾ കോൺസെപ്റ്റ് അതിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നല്ലതാണ്. ബാച്ചിൽ അത് നന്നായിട്ട് അത് അവർ പറഞ്ഞു തരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ലതാണ്. ഓക്കെ. അപ്പോ എന്നാലും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇപ്പൊ ഓൺലൈൻ ആയിട്ടല്ലേ നടക്കുന്നത്. അപ്പോ എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് പല പല ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഫോണിൽ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ അപ്പൊ തൊട്ടടുത്ത് നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഒക്കെ വരും, അല്ലെങ്കിൽ നമുക്ക് എന്നാ യൂട്യൂബ് കാണാൻ നോക്കാം കുറച്ചു നേരം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റ കാണാം, അങ്ങനെ എന്തായാലും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒബ്വിയസ്ലി വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോള് ഈ ഡിസ്ട്രാക്ഷൻസിനൊക്കെ എങ്ങനെയായിരുന്നു അവോയ്ഡ് ചെയ്തിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടാർജറ്റ് വെച്ചല്ലേ പഠിക്കുന്നേ. അപ്പൊ ഇങ്ങനെ തോന്നുമ്പോ ഞാൻ പറയാം, എന്തായാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് യൂട്യൂബ് കണ്ടോ, അത് ഞാൻ എന്നോട് തന്നെ പറയുമ്പോ ഞാൻ അതിൽ പഠിച്ചോളൂ. എന്തായാലും കാണാമെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നോട്. കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ അത് ആക്ച്വലി മിസ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ ഈ ഒരു റിവാർഡ് കൊടുക്കുന്ന പരിപാടി എന്നുള്ളത് അത് എപ്പോഴും നല്ല വർക്ക് ചെയ്യും. ഒരു ടൈമറൊക്കെ വെക്കുക അല്ലെ, ടൈമർ വെക്കുക, എന്നിട്ട് ആ ടൈമറിനുള്ളിൽ വിചാരിച്ച പോർഷൻസ് പറഞ്ഞിട്ടുണ്ട് പോമഡോറോ ടെക്നിക് യൂസ് ചെയ്യാൻ വേണ്ടി. അതാണ് ഞാൻ ഏറ്റവും ഭയങ്കര എഫക്റ്റീവ്. അത് നല്ല ബ്രേക്കും എടുക്കാം, ആവശ്യത്തിന് കുറച്ചു നേരം പഠിച്ചാൽ മതി, എല്ലാം അടിപൊളിയാണത്. റിവാർഡ് ചെയ്യുകയും ചെയ്യാം. നമുക്കിങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും ഇത്. പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതായത് ഓരോരുത്തർ പഠിക്കുന്ന സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ നിങ്ങൾ പലർക്കും ഈ ഒരു ടെക്നിക്ക് ആക്ച്വലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഇപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ് ഓൺലൈൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പാരന്റ്സ് ഒക്കെ ആദ്യം എന്ത് പറഞ്ഞു, ഇങ്ങനെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ കാണുമ്പോ? ഈ +1 ഞാൻ ഓഫ്ലൈൻ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഓൺലൈൻ എടുത്തത്. അപ്പൊ മോൺ എക്സാമിൽ ഇവർക്ക് ടെൻഷനാണ്, ഓൺലൈൻ വർക്ക് ആവോ, ഞാൻ പഠിക്കോ ഇരുന്ന്, അത് ശരിക്കും എഫക്റ്റീവ് ആണോ. അപ്പൊ അവര് നല്ല ടെൻഷൻ ഉണ്ട്, എനിക്കറിയാം, അവർക്ക് നല്ല ടെൻഷൻ, എന്നോട് പറയില്ല. അപ്പം ഓൺ എക്സാമിന്റെ മാർക്ക് വന്നപ്പോ ഞാനായിരുന്നു ക്ലാസ് ടോപ്പർ. അതോടെ അവർക്ക് മനസ്സിലായി എഫക്റ്റീവ് ആണ്, ഞാൻ പഠിച്ചോളും, കുഴപ്പമില്ല. ആ ഒരു ചേഞ്ച് നല്ല ഉണ്ടായിരുന്നു അല്ലേ? ഞാനും ശരിക്കും ഓൺലൈൻ ഇത്ര എഫക്റ്റീവ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. കാരണം ഓഫ്ലൈൻ ഉള്ളപ്പോ നമ്മൾ അങ്ങോട്ട് ഓടി, പിന്നെ ഇത് കണ്ട് അത്ര എഫക്റ്റീവ് ആവില്ല. ഇത് മാത്രം ആകുമ്പോ എനിക്ക് നല്ല ടൈം കിട്ടുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂളിൽ പോകുന്നതിന് മുന്നേ നല്ല ടൈം എടുത്ത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഞാൻ പഠിച്ചു. നല്ല റിലാക്സ് ചെയ്താ ശരിക്കും ഞാൻ പഠിച്ചത്. നല്ലതായിട്ട് ഉറങ്ങാനും പറ്റി. ഓഫ്ലൈൻ ഉള്ളപ്പോ ഉറക്കവും കിട്ടൂല, ഭയങ്കര പാടായിരുന്നു. കൊള്ളാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബാച്ചിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പേരുടെ വിചാരം ഇത് രണ്ടും സെയിം ആണല്ലോ, അതായത് ഇപ്പോൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എന്തിനാ ഇപ്പോൾ ബാച്ചിലർ ജോയിൻ ചെയ്യേണ്ട ആവശ്യം അല്ലെ എന്നുള്ളതാണ് കുറേ പേര് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോൾക്ക് എന്താ പറയാനുള്ളത്? അതായത് രണ്ടും ഇപ്പോൾ സെയിം തന്നെയാണോ ക്ലാസ്സുകൾ?
ഈ എപ്പോഴും ഇവര് പറയാറുണ്ട് യൂട്യൂബിൽ ലാസ്റ്റ് ടൈം ആണ് ക്ലാസ് ഇടാറ്, ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം, ആ ടൈം. അപ്പൊ നമുക്കിപ്പം ഈ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഒന്ന് പഠിപ്പിക്കുമ്പം തലേന്നായിരിക്കും പഠിപ്പിക്കുന്നത്. അത് ഒരിക്കലും അടുത്ത ദിവസം എക്സാമിന് വന്നാൽ പോലും എഴുതാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുണ്ട്, +1 ഫിസിക്സ് ഒക്കെ ക്രിസ്മസ് എക്സാമിന് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വന്നായിരുന്നു. ഞാനത് ആദ്യം മുതൽ ഈ ചാപ്റ്റർ PYQ ചെയ്യുമ്പോൾ അതിലുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്തു. പിന്നെ വീണ്ടും ഓൺ എക്സാം ആയപ്പോൾ വീണ്ടും ഈ ക്വസ്റ്റ്യൻ ഞാൻ PYQ വീണ്ടും കണ്ടു. അപ്പൊ വീണ്ടും ചെയ്തു, എന്നാൽ അപ്പോഴും പാടാണ്. അങ്ങനെ ക്രിസ്മസ് എക്സാമിന്റെ തലേന്ന് സാറ് ചെയ്യിപ്പിച്ചു അത് യൂട്യൂബ് ലൈവിലും. അപ്പൊ വീണ്ടും ഒന്നുകൂടെ ഓക്കെ ആയി. അടുത്ത ദിവസം എക്സാമിന് വന്നപ്പോ എനിക്കത് അത്രയും വർക്ക് ചെയ്തില്ല ആദ്യം മുതലേ. പക്ഷെ തലേ ദിവസം കണ്ടവർക്ക് അത് പറ്റില്ല. അത് ബാച്ച് തന്നെയാണ് അതുകൊണ്ട് നല്ലത്. നമ്മൾ ആദ്യം മുതലേ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഫെമിലിയർ ആകുമ്പോ കുറച്ചുകൂടെ സ്പീഡിലും നന്നായിട്ട് എഴുതാൻ പറ്റും. ഒരു ഉറപ്പുണ്ട്, ഇത് തന്നെ ആൻസർ എന്നൊരു ഉറപ്പുണ്ട്, ഇങ്ങനെ ചെയ്യുന്നേ. മറ്റേ ഇത് പാതി എത്തുമ്പോഴത്തേക്കും എന്തു ബാക്കി സാർ ചെയ്ത ആ ഒരു ഇതാവും. പക്ഷെ ഇത് ആദ്യം മുതലേ ബാച്ച് പഠിച്ചു പോകുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പൊ ഇനി 520 520 മാർക്കൊക്കെ വാങ്ങി നിൽക്കാണ്. ഇനി +2 ഒരു വരവ് കൂടെ വരണം. ഓക്കെ, ഫുൾ മാർക്കായിട്ട് എന്റെ കുട്ടി എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഒരു വരവ് കൂടെ നമുക്ക് വരാനുണ്ട്. അപ്പോ അതിന് മുന്നായിട്ട് മിസ് ചോദിച്ചോട്ടെ, എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? അതായത് ഇപ്പൊ +1 അത് കഴിഞ്ഞ് നമ്മൾ +2 എന്തായാലും നല്ല മാർക്ക് തന്നെ വാങ്ങുമ്പോൾ അല്ലെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താവാനാണ് ആഗ്രഹം? എനിക്ക് മെഡിക്കൽ ഫീൽഡാണ് ഇഷ്ടം. പക്ഷെ ഞാൻ MBBS നോക്കുന്നില്ല. എനിക്ക് എബ്രോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പാരാമെഡിക്കൽ നല്ല BSc നഴ്സിംഗ് അങ്ങനത്തെ കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എബ്രോഡ് വർക്ക് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് എനിക്ക് നീറ്റ് ഒക്കെ എഴുതിയാൽ എനിക്ക് അറിയാം എനിക്ക് അത്രയും പറ്റില്ല, വർഷങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ്സ് പോവുള്ളൂ. അപ്പം നല്ലൊരു BSc നഴ്സിംഗ് ആണ് ഇപ്പൊ നോക്കുന്നത്. ആ ടൈമിൽ നല്ലൊരു പുതിയ കോഴ്സ് വരികയാണെങ്കിൽ അതെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് പഠിച്ചിറങ്ങി ജോലി വേഗം കിട്ടണം. അതാണ് എന്റെ ഇഷ്ടം. ജോലി വേഗം കിട്ടണം അല്ലെ, അച്ഛനും അമ്മേനൊക്കെ നന്നായി നോക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള അല്ലെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മയുടെയും ഭാഗ്യ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയും മാർക്ക് നമുക്കാർക്കും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അല്ലെ. അതായത് ഇതൊക്കെ ക്ലാസ്സിലെ ടോപ്പേഴ്സിന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങളൊക്കെ അല്ലെ ഇതൊക്കെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ മോളെ പോലുള്ള നമ്മുടെ നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടുള്ള കുട്ടികളൊക്കെ നമ്മളിങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഞാനും +1 ഇതുകൂട്ട് എല്ലാവരുടെയും ഇന്റർവ്യൂ കാണുമായിരുന്നു. അപ്പൊ ഞാനും വിചാരിക്കുന്നു എന്നെ കൊണ്ടും പറ്റില്ല, അതൊക്കെ വലിയ ആരോ ആണെന്ന്. സീരിയസ്ലി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതി, ദൈവം ആ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് തരും. നിങ്ങൾ അത് വർക്ക് ചെയ്യുക, വേറെ ഒന്നും ആലോചിക്കണ്ട. 520 ചിന്തിക്കണമെന്ന് പോലില്ല, ഞാനും ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് നമുക്ക് അവിടെ എത്തേണ്ടതാണെങ്കിൽ നമ്മൾ എത്തും, അതെന്തായാലും കിട്ടും. അതന്നെ, അപ്പൊ ഹാർഡ് വർക്ക് ചെയ്യാ അല്ലെ. ഹാർഡ് വർക്ക് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. പിന്നെ ഫുൾ ടൈം ഇരുന്ന് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ മോളാണ് അതിനൊരു എക്സാമ്പിള്. അത്യാവശ്യം എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട്, എന്നാൽ പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം, വൃത്തിയായിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അല്ലെ മോളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറട്ടെ. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.